ബ്രൂവറിയുടെ വിവാദ ഫയൽ മന്ത്രിസഭാ യോഗത്തിന് സമർപ്പിക്കാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി നൽകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം നടന്ന കഴിഞ്ഞ വർഷം നവംബർ 8-നാണ്. മറ്റൊരു വകുപ്പിന്റെയും അനുമതി തേടുകയോ മറ്റു വകുപ്പുകളുമായി ആശയവിനിമയം നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ട ഫയലിൽ വ്യക്തമാക്കുന്നു. സർക്കാരിലോ മുന്നണിയിലോ ആലോചിക്കാതെ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ചേർന്നാണ് വിവാദ തീരുമാനമെടുത്തതെന്ന പ്രതിപക്ഷവാദത്തിന് ബലം നൽകുന്നതാണ് ക്യാബിനറ്റ് നോട്ട്. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വെച്ച കുറിപ്പിൽ ഒയാസിസ് കമ്പനിയെ പ്രശംസിക്കുന്നുമുണ്ട്. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ 20 വർഷത്തെ പരിചയസമ്പത്തുള്ള കമ്പനിയെന്നാണ് ഒയാസിസിനെ വിശേഷിപ്പിക്കുന്നത്. CPI ഉൾപ്പെടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകൂ എന്നാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. എവിടെയൊക്കെയാണോ ഇനി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് അവിടെയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങളാരും എതിരല്ല. എല്ലാ ചർച്ചയും കഴിഞ്ഞ് എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. കുടിവെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മുഴുവൻ വെള്ളവും മഴ വെള്ളത്തിന്റെ ഭാഗമായിട്ട് സംഭരിക്കണം. അവരോട് ചോദിച്ചാൽ മതി. CPM നിലപാട് സെക്രട്ടറി പറയുമ്പോഴും ബ്രൂവറി വിഷയത്തിലെ സർക്കാർ തീരുമാനത്തിലുള്ള വിയോജിപ്പ് CPI നേതൃത്വം മറച്ചുവെക്കുന്നില്ല. കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കരുതേ എന്ന് സത്യൻ മൊകേരി ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. ബ്രൂവറി അനുവദിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന നിലപാടും മൊകേരി വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളുടെ താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതികൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും തിരുത്തണമെന്നുമാണ് CPI ആവശ്യപ്പെടുന്നത്. തീരുമാനം എടുത്തപ്പോൾ ആരെയും കേട്ടില്ലെങ്കിലും ഇനി അങ്ങോട്ട് എല്ലാവരുടെയും നിലപാടുകൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. എന്തായാലും ബ്രൂവറി ചർച്ച ഉടനെയൊന്നും അവസാനിക്കുന്ന മട്ടില്ല. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.